ചാന്ദ്രമാസ കാലഗണയിലെ പക്ഷങ്ങളിൽ 11ാമത്തെ തിഥിയാണ് ഏകാദശി. അമാവാസിക്കും പൗർണമിക്കും പിന്നാലെ 11ാമത്തെ ദിവസമായിട്ട് ആ തിഥി വരുന്നു. ഏതു പക്ഷത്തിൽ വരുന്നു എന്നതനുസരിച്ച് അത് ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നു. അങ്ങനെ ഒരു ചാന്ദ്രമാസത്തിൽ 2 തവണ ഏകാദശി വരും. ഒരു വർഷത്തിൽ സാധാരണയായി 24 ഏകാദശികൾ ഉണ്ടാകും. ചിലപ്പോൾ അത് 25 എണ്ണം വരെയും ആകാം. ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. ഏകാദശി ദിവസത്തിൽ രാവിലെ 3 മണി മുതൽ ദ്വാദശി ദിവസം രാവിലെ സൂര്യോദയം വരെ പൂർണ്ണ ഉപവാസമാണ് വേണ്ടത്. ദ്വാദശി നാളിൽ തുളസി തീർത്ഥമോ വെള്ളമോ അല്ലെങ്കിൽ അന്നാഹാരമോ സ്വീകരിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഇനി ഇതിനു പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജംഘൻ. അദ്ദേഹത്തിന്റെ മകൻ മുരൻ. ഇരുവരും ചന്ദ്രാവതിപുരിയിലായിരുന്നു താമസം. അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാവട്ടെ അവരെ വിഷ്ണുവിങ്കലേക്ക് അയച്ചു. ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉദ്ഭവിച്ചു. അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു. ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. വിഷ്ണുവിന് സന്തോഷമായി. എന്താണ് വരം വേണ്ടത് എന്നു ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണം എന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണം എന്നും ദേവി ആവശ്യപ്പെട്ടു. ഭഗവാൻ അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത്. വിഷ്ണുവിൽ നിന്നും ഉദ്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ടാണ് ഭഗവാൻ മുരാരി എന്ന പേരുണ്ടായത്.